ഞങ്ങളെ വണ്ടി ഇവിടെ ഉണ്ട്. ഈ വാവ ഇത് ഇവിടെ നിർത്തിട്ട് എരുമേലിക്ക് പമ്പയ്ക്ക് വരും. അപ്പോൾ ഞങ്ങൾക്കിനി ടോക്കണൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നിന്നാൽ മതി. ഇവിടുന്ന് ടോക്കൺ വിളിക്കുമ്പോൾ ഗ്യാങ്ങിലുള്ള എല്ലാവരും കൂടി ചെന്നിട്ട് അവിടുന്ന് പാസ് തരും. അങ്ങനെ പാസ് വാങ്ങിയിട്ട് ഇനി കയറിപ്പോയാൽ മാത്രം മതി. ഇവിടെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ടോക്കൺ നമ്പർ തന്നിരിക്കുന്നത് 45 അപ്പോൾ 45 ടോക്കൺ വിളിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് എണ്ണ കൊടുത്തിട്ട് അങ്ങനെ കയറിപ്പോയാൽ മതി. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല വിറയ്ക്കുന്നുണ്ട്. ഇവിടെ ടോക്കൺ കൊടുത്തു തുടങ്ങി കേട്ടോ. ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാം മൈക്ക് പോയിന്റിലേക്ക് എത്തേണ്ടതാണ്. ടോക്കൺ നമ്പർ 1 മുതൽ 50 വരെയുള്ള എല്ലാ സ്വാമിമാരും ഇവിടെ ഹാജരാകേണ്ടതാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുന്നുണ്ട്. അവിടുന്ന് ചെക്കിങ് കഴിഞ്ഞ് എല്ലായിടത്തും ഇങ്ങനെ എണ്ണിയിട്ടാണ് വിടുക. 2-3 ചെക്കിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്ന ടോക്കൺ ഇതാണ് കേട്ടോ. 7 പേരുടെ ടോക്കൺ. ഇതിൻ്റെ പുറകിൽ സീലും വെച്ചിരിക്കുന്നു. എല്ലായിടത്തും ചെക്കിങ് ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒരു 6-7 പോലീസ് ഓഫീസേഴ്സ് കൗണ്ട് ചെയ്തിട്ടാണ് വിടുന്നത്. ഇനി അവിടെ നിന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെക്കിങ്ങും കൂടി ഉണ്ട് കേട്ടോ. ബാഗിലുള്ള പ്ലാസ്റ്റിക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ അവർ ഡിസ്പോസ് ചെയ്യും. കയറി വരാൻ വേണ്ടിയിട്ട് അവിടെ വരിക്ക് നിൽക്കുന്നവരാ. ഇനി അവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങനെ കയറി പോകാനുള്ളതാണ്. മലയാണെന്നാ തോന്നുന്നത്. കാടാണ് കേട്ടോ, നല്ല തിക്ക് കാട് തന്നെയാണ്. ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റം തന്നെ കേട്ടോ. ഇങ്ങനെ കല്ല് ചവിട്ടി തന്നെ കാണാൻ കയറി പോകാൻ. ഒന്നും മിണ്ടാൻ കഴിയില്ല, അങ്ങനെ കുത്തനെ കയറി പോവാ. വരുന്നില്ലേ പ്രായമായിട്ടുള്ള മാളികപ്പുറങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടുത്തെ കയറി പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അയ്യപ്പ 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 അയ്യപ്പോ സ്വാമി ഈശ്വരനെ ഭഗവതിയെ ഭഗവതിയെ ഈശ്വരിയെ ഈശ്വരിയെ അയ്യപ്പ അയ്യപ്പോ സ്വാമി അയ്യപ്പ 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 അയ്യപ്പോ അയ്യപ്പോ ഏതാണ്ട് നമ്മൾ കയറി കഴിയാറായി. പുൽമേടിന്റെ ടോപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഏതാണ്ട് അതിന്റെ ടോപ്പിലെത്തിട്ടോ. ഇവിടുന്ന് നോക്കുമ്പോ നമ്മൾ വന്ന വഴി അവിടെ ദൂരെ കാണാം. അങ്ങനെ പുൽമേടിന്റെ ടോപ്പ് എത്താൻ പോവാണ്. പുൽമേടിന്റെ ടോപ്പ് എത്താനായപ്പം ഇവിടെ നല്ല വ്യൂസാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ക്യാമറയിൽ കിട്ടില്ല. ഇപ്പൊ സമയം രാവിലെ 8:20. ഞങ്ങൾ ഏതാണ്ട് ഈ
ഇവിടെ തുടക്കത്തിലുള്ള കയറ്റം കയറി കഴിഞ്ഞു. ഈ നിരപ്പുള്ള വഴിയെന്നാണ് പറയുന്നത്. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങണം. ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഏതാണ്ട് ആ സൈഡിലേക്കാണ് പോകുന്നത്. ഈ മരത്തിന്റെ അപ്പുറം കുറച്ച് സ്വാമിമാരുണ്ട്. ഇതാ അവിടേക്ക് എത്തുന്നത്. ഇതിലിങ്ങനെ പോയിട്ട് നല്ല അടിപൊളി വഴിയാ. നല്ല ഒരുപാട് സ്വാമിമാരുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ ഇറങ്ങിയിട്ട് ഒരു മല ചെറുതായി കയറിയിട്ട് ഇറങ്ങിയിട്ട് ആ മല ചെറുതായിട്ട് ഇങ്ങനെ കയറിപ്പോകും. അവിടെ നിന്ന് ഇങ്ങനെ ഇത് നേർച്ചാൽ വരുന്നുണ്ട്. ഏതാണ്ട് വറ്റി തുടങ്ങി തോന്നുന്നു. അതുകൊണ്ട് മൃഗങ്ങളൊക്കെ ചവിട്ടിയ പാടുകളൊക്കെ ഉണ്ട് ഇതിൽ. ഒന്ന് ചളിയുണ്ട്. ഇങ്ങനെ ഉറവെടുത്തിട്ട് അതിലൂടെ ഇങ്ങനെ നടക്കും. കുറച്ച് ചളിയുണ്ട്. സ്വാമിമാരൊക്കെ ചവിട്ടിയിട്ട് അവിടെ അത്യാവശ്യം നല്ല ഫ്രഷ് ചാണകം കാണുന്നുണ്ട് കേട്ടോ. എത്രയൊക്കെ ശ്രമിച്ചാലും ഇതേപോലെ കുറച്ച് ബോട്ടിൽസൊക്കെ ഓരോരുത്തർ കൊണ്ടുവിടും കേട്ടോ. വഴികളിലൊക്കെ കുറച്ചൊക്കെ ബോട്ടിൽസോ പ്ലാസ്റ്റിക്സൊക്കെ അവിടെ ഇവിടെയും കാണാറുണ്ട്. നമ്മൾ തന്നെ കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതും കരുതേണ്ടതും ഒക്കെ. വേറുള്ളവർ ചെക്ക് ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. ഈ വഴിയൊന്നും വൃത്തികേടാക്കാൻ നോക്കേണ്ടത് നമ്മളെ തന്നെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇവിടെയൊക്കെ മുട്ടായി കള്ളാസും കുപ്പികളൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്നിട്ടും സ്വാമിമാർ വലിച്ചെറിയുന്നുണ്ട്. ഞങ്ങൾ മറ്റേ മല കയറാം. അപ്പം ഇവിടുന്ന് ആ മലയിലേക്കുള്ള വ്യൂ. ഇതിലേ സ്വാമിമാർ കയറി മുകളിലെത്തിയിട്ട് കേട്ടോ കുറേ പേര്. ഇതവിടെ ഉണ്ട്. അങ്ങനെ ഇതാ നിൽക്കുന്ന ആ കുട്ടാസ അല്ലേ. നമ്മളെ യാത്ര ഇവിടെ നിന്ന് ഇങ്ങനെ ഈ റൂട്ടിന് ഇങ്ങനെ അങ്ങനെ നടന്നെത്തും. ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലെ ഇതിലെ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ജീപ്പ് വരുന്നുണ്ട് തോന്നുന്നു. ഓഫ് റോഡ് വണ്ടി ഇതിലേ വരുന്നതാവും. ഇതില് ഓഫ് റോഡിന് വന്ന വണ്ടികളാട്ടോ. ജീപ്പ് എനിക്ക് തോന്നുന്നു അവിടെ കൊടുത്ത വെള്ളം, ആ കയറ്റം കയറി അവിടെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിലെ വണ്ടി ജീപ്പ് കൊണ്ടുവരുന്നതെന്ന്. ചെറിയ ചെക്ക് ഡാം ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഓരോ ചെക്ക് ഡാംസ് പണിഞ്ഞിട്ടുണ്ടല്ലോ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. ഇനി ഇതിലെങ്ങനെ കയറിയിട്ട് വളഞ്ഞിട്ട് അങ്ങനെ പോകും. ഇതിലൊക്കെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂർക്ക, ഫോറസ്റ്റിൻ്റെ കൂർക്കയാന്ന് തോന്നുന്നു. ചാണകമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട് കേട്ടോ. ചാണകം എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല രീതിയിൽ പോത്തുണ്ടെന്നാ. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് കാണാനൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കയറിയിട്ട് ഞങ്ങൾ വേറൊരു പുൽമേടിൻ്റെ മേലെത്തി. പുൽമേട് എത്തിയിട്ടില്ല, ഒരു മലേൻ്റെ മേലെത്തി. അങ്ങനെ ഇവിടെ നിന്നുള്ള 360 വ്യൂ ആണ്. ഇപ്പോൾ സമയം 8:30. ഇവിടുന്ന് കണ്ണിൽ കാണുന്ന പോലെ വീഡിയോയിൽ കിട്ടില്ല. എന്നാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പുൽമേടുകൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലിങ്ങനെ നടന്നിട്ട് ആ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകാനുള്ളത്. ഇവിടുന്ന് പുൽമേട് വരെ 5 കിലോമീറ്ററും അവിടുന്ന് പിന്നെ സന്നിധാനത്തേക്ക് 6 കിലോമീറ്ററും 12 കിലോമീറ്ററോളം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വളഞ്ഞൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടി ദൂരം കൂടുന്ന തോന്നുന്നു കേട്ടോ. വീരമണി കണ്ഠനെ വില്ലാളി വീരനെ, വീരമണി കണ്ഠനെ വീരമണി കണ്ഠനെ വില്ലാളി അയ്യപ്പ 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 അയ്യപ്പ. അവിടെയൊക്കെ ചെറിയ അരുവികളുണ്ട് കേട്ടോ. ഇനി നമ്മളെ വഴി ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ മലയുടെ മേലേക്ക് ഇവിടേക്ക് വന്ന വഴിയാട്ടോ. അങ്ങനെയാണ് വന്നത്. ഇനി ഇങ്ങനെ കയറിയിട്ട് ആ മലേൻ്റെ മേലേക്ക് ഏതാണ്ട് ഇവിടേക്ക് നമ്മളിപ്പോൾ കയറി വന്ന വഴിയാട്ടോ.
അടിപൊളി വ്യൂസാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, തണുത്ത കാറ്റ്. ഭംഗിയായ വ്യൂ ആണ് കേട്ടോ. പക്ഷെ കണ്ണോടൊന്നും കാണില്ല. അല്ല, കണ്ണുകൊണ്ട് കാണുന്നത് ക്യാമറയിൽ കിട്ടില്ല. എന്നിരുന്നാലും ഇതിലത് കയറിയിട്ട് മലേൻ്റെ കാറ്റായതുകൊണ്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു ആംബുലൻസ് കയറ്റി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ പോണ വഴിക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ, ചാണകം. നല്ല ഒരുപാട് കാട്ടുപോത്തുണ്ട് ഈ ഭാഗത്ത് നിന്നൊക്കെ തോന്നുന്നു. പക്ഷെ അങ്ങനെ കാണുന്നില്ല. ഇനി കയറ്റങ്ങളില്ലാന്നാ പറഞ്ഞിട്ട്. ഇനി നിരപ്പായ സ്ഥലവും ഇറക്കുവാണെന്ന്. ചെറിയ കുഞ്ഞു കയറ്റങ്ങളൊക്കെ ഉണ്ടാവും, നല്ലത്. കാര്യമായിട്ട് കയറ്റങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലകൾ കാണാം. ഇതിന്റെ മേലെ എന്തൊരു വാട്ടർ ടാങ്ക് പോലെ എന്തോന്ന് കാണാം. ചാണകം മാത്രമേ കാണാറുള്ളൂ കേട്ടോ. ചാണകമാണ്, അല്ലാതെ ചാണകം അല്ലാണ്ട് എരുതിനെ കാണാനില്ല. ഇന്ത്യൻ വൈൽഡ് ഗവറിനെ കാണാനില്ല. കാട്ടുപോത്തല്ല, അത് പശുവിൻ്റെ ഇനത്തിൽപ്പെട്ടൊരു എന്താണ് ജീവിയാണ്. അതുകൊണ്ട് അത് ഇന്ത്യൻ വൈൽഡ് കവർ. സ്വാമിമാരിവിടെ കാത്തുക്കുണ്ട്. അമ്മേ, നമ്മൾ കവർ ചെയ്ത് വന്ന സ്ഥലം അവിടുന്ന് ഇങ്ങനെ മല കടന്നിട്ട് അപ്പുറത്തേക്ക് ഇവിടുന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ സ്വാമിമാർക്ക്. അങ്ങനെ നമ്മളെ ആദിത്യമാമൻ, സൂര്യമാമൻ അത്യാവശ്യം ശക്തി പ്രാപിച്ചു തുടങ്ങി കേട്ടോ. സമയം 10 മണിയായിട്ടുണ്ട്. ഓക്കെ, നടന്നിട്ട് ആ മലേൻ്റെ അപ്പുറത്തേക്ക് എത്താൻ തോന്നുന്നു. നേരത്തെ വെള്ളം കുടിച്ച സ്ഥലം അതവിടെ കാണാനുണ്ട്. മൊബൈലിൽ സൂം ചെയ്താൽ കിട്ടുമെന്ന് അറിയില്ല, അത്രയും അകലെയാണ്. അതിലേയാണ് വന്നത്. അങ്ങനെ ഒരു മല ചുറ്റിക്കറങ്ങിയിട്ട് ഇതിലെ ഈ മല ചുറ്റിയിട്ട് അങ്ങനെ പോകും. ഇപ്പൊ തണുപ്പായതുകൊണ്ടും നല്ല കാറ്റുള്ളതുകൊണ്ടും വെയിലങ്ങനെ അറിയുന്നില്ല. പക്ഷെ ഇതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെയിൽ നല്ല ശക്തി കഴിഞ്ഞാൽ ഒട്ടും തണലില്ല എവിടെയും. മുഴുവനും നമ്മൾ കൊള്ളേണ്ടി വരും. നല്ല സൺബേണൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. വരുന്നുണ്ടോ? ഒരു ബൊലേറോ പിക്കപ്പ് വരുന്നുണ്ട്. മിക്കവാറും എനിക്ക് വെള്ളം ഫോറസ്റ്റിന്റെ വണ്ടിയാ. സ്ഥലങ്ങളിൽ നിന്നുണ്ട് ഇതേപോലെ. ഈ സൈഡിൽ കൂടെ മുഴുവനും അവർ കുത്തുന്നുണ്ട് തോന്നുന്നുണ്ട്. കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ഏരിയയിൽ കുഴിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയുള്ളൂ. ബാക്കിയുള്ളൊക്കെ എല്ലാവരും ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഇറക്കിറങ്ങിയിട്ട് മേലേക്ക് ഇവിടെ ഒരു ചെറിയ ബണ്ടുണ്ട്. ബണ്ട് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ മേലേക്ക് ഇറങ്ങി. കുറെ അതിഥികൾ വെള്ളം കുടിക്കാനൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. ആനേൻ്റെ വലിയൊരു കാൽപ്പാടുകളൊക്കെ കാണാനുണ്ട്. അത് ചിലപ്പോൾ ഒരു ടാസ്ക് ഉണ്ടോ. നമ്മളിപ്പോൾ കയറി വന്ന വഴിയാ. അങ്ങനെ നമ്മൾ പുൽമേടിനോട് അടുക്കാണ്. അവിടെ കാണുന്ന കെട്ടിടങ്ങൾ പുൽമേടാണെന്നാണ് വിചാരിക്കുന്നത്. അവിടെ എത്തിയാൽ കഞ്ഞി കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. 60, 65 വയസ്സുള്ളൊരു
മാളികപ്പുറം. ഞങ്ങളെ കൊടുത്താൽ നടന്നെത്തിയിട്ടുണ്ട്. ഈ കാട്ടീൻ്റെ ചാണകം ഒരുപാട് കാണാറുണ്ട്, പക്ഷെ കാട്ടീനെ എവിടെയും കണ്ടില്ല. അങ്ങനെ നമ്മൾ പുൽമേട് എത്തിയിട്ടുണ്ട്. പുൽമേടിലിവിടെ ഫോറസ്റ്റിൻ്റെ ചെറിയൊരു ചെക്കിങ്ങും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ കയറി അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് തോന്നുന്നു. നമ്മുടെ ഗ്യാങ്ങിലുള്ളവർ പാസ് ചെയ്തോന്ന് ഇവിടെ നോട്ട് ചെയ്ത് എഴുതി വെക്കും കേട്ടോ. അപ്പം ഞങ്ങളത് 45ആയിരുന്നു, ടോക്കൺ 45. ഞങ്ങൾ 3 പേരാണ് ലാസ്റ്റ് വന്നത്. അപ്പം ഞങ്ങളതും കൂടി ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചു. കഞ്ഞിയുണ്ട്, കായ ബജി ഉണ്ട്. കഞ്ഞിക്ക് വേണ്ടിയിട്ട് ടോക്കൺ എടുക്കാൻ നിൽക്കാം കേട്ടോ സ്വാമി. ഇവിടെ നിന്നാണ് കഞ്ഞിന് ടോക്കൺ എടുക്കേണ്ടത്. ഇവിടുന്ന് ബോണ്ട വാങ്ങിച്ചിട്ടോ. ഒരു ബോണ്ടയ്ക്ക് 20 രൂപ. ഒന്ന് കഞ്ഞി വാങ്ങിച്ചിട്ടുണ്ട്, കഞ്ഞിക്ക് 60 രൂപ. അങ്ങനെ കഞ്ഞിയും പേര് വേണ്ടി. ഈ ബോണ്ടയ്ക്കകത്ത് കടലയൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കടല ബോണ്ട. എങ്ങനെയുണ്ട്? വിശന്നിട്ട് മാത്രമല്ല തോന്നുന്നുണ്ട്, അതില് എന്തൊക്കെയാ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. അങ്ങനെ ഇവിടുത്തെ കഞ്ഞിയൊക്കെ കുടിച്ച് വീട്ടിൽ ഇറങ്ങാണ്. ഇപ്പൊ സ്വാമിമാർ ഒത്തിരി പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഏതാണ്ട് ഞങ്ങൾ മുന്നിലായിരുന്നു, അതുകൊണ്ട് ആ സമയത്ത് അത്ര ആളുണ്ടായിരുന്നില്ല. വഴി മറ്റേ സ്മാർട്ട് വാച്ചിന്റെ കണക്ക് പ്രകാരം 1500 സ്റ്റെപ്സ് ഞങ്ങൾ നടന്നിരിക്കുന്നത്. 1700 സംതിങ് ആയിട്ടുണ്ട് സ്റ്റെപ്സ്. പുൽമേട് നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് 10:50 ആയിട്ടുണ്ട് സമയം. ഏതാണ്ട് ഒരു 10:15 കൂടിയിട്ട് പുൽമേട് എത്തിയതായിരുന്നു. കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും 10:50 ആയിട്ടുണ്ട്. ഇപ്പം സമയം 10:50. ഇനി യാത്ര തുടരാണ്. കുറച്ചും കൂടെ നടന്നു വന്നതിന് ശേഷം ഇവിടുന്ന് പുൽമേട്ടിലേക്കുള്ള വ്യൂസ്. ഇതുപോലത്തെ കുന്നുകൾ തന്നെയാണ് മുഴുവൻ ചുറ്റിലും. വെയിലിന് കാഠിന്യമായത് ചെറിയൊരു പ്രശ്നമാണ്. വെയിൽ ഒരു തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിൽ ഡയറക്റ്റ് മേലേക്ക് അടിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് 5 കിലോമീറ്ററും കൂടി. സ്വാമിയുടെ പൂങ്കാവനം വൃത്തികേടാക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊരു കൊക്കയാണ് കേട്ടോ, സൈഡിലേക്ക് നല്ല ഡീപ്പാണ്. ഇനി മുഴുവൻ ഇറങ്ങിപ്പോകാൻ കേട്ടുള്ള ഇറങ്ങിപ്പോകാനുള്ളതാണ് കരുതുന്നത്. കയറ്റം കയറുന്നതിടേയും പാടാട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. മൊബൈലിൽ കാണുന്നുണ്ടാവില്ല, കാണുന്നുണ്ട് തന്നെ ശരിക്കും ചെറുതായിട്ട് കാണുന്നുള്ളൂ. അങ്ങനെ ഇറങ്ങി അത് സന്നിധാനമാണോ എന്ന് സംശയമുണ്ട്. നമ്മളത് ആ സന്നിധാനത്തിലേക്ക് ഇറങ്ങി എത്താട്ടോ. താഴെ കാണുന്ന ബിൽഡിങ്ങുകൾ സന്നിധാനമാണ്. അങ്ങനെ കാണുന്നു. അങ്ങകലെ മലമേലെ അയ്യൻ്റെ സന്നിധാനം. ഒരു 4 കിലോമീറ്ററോളം ഉണ്ടാവും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. ഇവിടുന്ന് കാണുന്നുണ്ടെങ്കിലും നല്ല കുത്തനുള്ള ഇറക്കാട്ടോ. കാലിന് നല്ല പിടുത്തം വരുന്നുണ്ട്. സ്വാമിമാരൊക്കെ നല്ല പിടിച്ച് പതുക്കെ ഇറങ്ങിപ്പോവാ. എവിടെ ഇരുന്നിട്ടില്ല കേട്ടോ, പോകുന്നതിന് ശേഷം ആദ്യമായിട്ട് അവിടെ ഇരിക്കുന്നത്. സന്നിധാനം അവിടെയാണ് കേട്ടോ, പക്ഷെ നമ്മൾ പോകാനുള്ളത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ ഈ കാടൊക്കെ കടന്നിട്ടായിരിക്കും അവിടേക്ക് എത്താം. ഇതിൽ ഇറങ്ങി വന്നിട്ട് കുറച്ച് തണലൊക്കെ കിട്ടി. ഇവിടെയൊക്കെ ചാണകം ഉണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ച് ഇറങ്ങി പോവാ. അങ്ങനെ നടന്നിട്ട് നല്ലൊരു ആംബിയൻസുള്ള സ്ഥലം.
നല്ല മരവും തണലൊക്കെ ആയിട്ട് കുറേ സമയം വരെ ഇവിടെ വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പുൽമേടൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു വിശ്രമം. ഒരു സ്വാമിയും കൂടി ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. എന്താ സുഖം മരത്തിന്റെ തണലിൽ ഇങ്ങനെ ഇരിക്കാൻ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് വിശ്രമത്തിന് ശേഷം വീണ്ടും ഇറങ്ങുകയാണ്. ഈ സന്നിധാനത്തേക്ക് 3.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ. വലിയ മരങ്ങളും നല്ല തണലും. മണ്ണിലൊക്കെ ചവിട്ടുമ്പോൾ നല്ല കൂളിംഗ് ഉണ്ട്. ഇവിടെ വലിയൊരു മരം. കുറച്ചിറക്കം, കുറച്ച് നിരന്ന സ്ഥലം, കുറച്ചിറക്കം, അങ്ങനെ പോകുന്ന. അങ്ങനെ അടുത്ത ഏരിയ എത്തി. ഇവിടെ നല്ല ഉരുളൻകല്ലുകൾ ഇഷ്ടംപോലെ. ഈ ഉരുളൻകല്ല് കാലിന് തറയ്ക്കുമ്പോൾ ഭയങ്കര വേദന. ചെറിയൊരു അരുവി, പക്ഷെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു വെള്ളം കുറവാണ്. ഇങ്ങനെ പോയിട്ട് നല്ല നിരപ്പുള്ള സ്ഥലമുണ്ട്. വലിയ മരം വീണ് കിടക്കും. ഇത് ഇലക്ട്രിക് ഫെൻസിങ് ആണ് കേട്ടോ. മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്. താഴേക്ക് വലിയ കൊക്ക കേട്ടോ. അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. മള്ളിയൂരിൽ നിന്ന് വാങ്ങിയ ഉണ്ണിയപ്പം ഒരു ബ്രേക്കിന്. അതെ, അങ്ങനെ അപ്പം കഴിച്ച വിശ്രമത്തിന് ശേഷം വീണ്ടും തിരിക്കുകയാണ്. അയ്യപ്പ അയ്യപ്പ അയ്യപ്പ. നല്ല കൂളിംഗ് ഉണ്ട് ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ പുൽമേട് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് വലിയ രക്ഷയായി. ഇതിലൊക്കെ തണുപ്പുണ്ട്. വെയിലും കൂടെ അയച്ചുന്നില്ല. അതുകൊണ്ട് നല്ല കൂളിങ്ങിൽ നടക്കാം. പിന്നെ നടത്തുന്ന ഈ വേരുകളും ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വലിയൊരു മരം ഉണ്ട് കേട്ടോ. എന്താ ഒരു സ്വാമീൻ്റെ സൈസ് വെച്ച് നോക്കിയാലറിയാം മരത്തിൻ്റെ വലിപ്പം. സ്വാമി എൻ്റെ പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കണം. ഈ സ്വാമി കുട്ടീനെയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ. അവിടുന്ന് പുൽമേടുന്ന് നടന്നു വന്നതാ. ഒരു ഫുള്ള് ശരണം വിളിച്ചുകൊണ്ട് തന്നെ പോകുന്നത്. കുട്ടസ്വാമി പാറോ അയ്യപ്പ 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 അയ്യപ്പ. ഈ മരം എന്താണെന്നറിയോ?
ഭയങ്കര വണ്ണത്തിൽ നല്ല പൊക്കത്തിൽ വളരുന്നുണ്ട് ഈ മരം. ഇവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഇരിക്കുന്നുണ്ട്. സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം കുറേ ഇറങ്ങി കുറച്ച് നിരന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ നേരമായി കുത്താനായിട്ട് ഇറങ്ങുന്നു. കുറച്ച് റെസ്റ്റിലാണ്. കാത്തോണ്ടാണ് അടുത്ത ഫ്ലോ പറഞ്ഞത്. കുടുങ്ങിയില്ല. 25 മിനിറ്റായി. സ്വാമി മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ഒരു 3/4 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തു. സൗണ്ട് ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു 3/4 മണിക്കൂറോളം റെസ്റ്റ് എടുത്ത് ഇപ്പൊ ഇറങ്ങിയതാ. സമയം അങ്ങനെ 1:25 കേട്ടോ. 12:45 മുതൽ ഒരു 1:15 വരെ 1:20 വരെ അവിടെ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ 1:25. ഇപ്പം എന്തായാലും നട അടച്ചിരിക്കുകയായിരിക്കും. ഇവിടെയൊക്കെ ഇറങ്ങാൻ നല്ല പ്രയാസം കേട്ടോ. ഫുള്ള് പൊടിയാ, ചവിട്ടുമ്പോൾ ഇറങ്ങുന്ന. ഇതുവരെ നല്ല നിരങ്ങുന്ന സ്ഥലമായിരുന്നു കേട്ടോ. നല്ല പ്രയാസമായി ഇറങ്ങി വരാൻ. കുറച്ചൊരു നരപ്പാൻ തോന്നുന്നു. ചവിട്ടുമ്പോൾ മുഴുവനും നിരങ്ങായിരുന്നു. പക്ഷേ ആ കുറച്ച് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നിരന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ഇറക്കായി. ഇവിടെയൊക്കെ ചവിട്ടുമ്പോഴേക്കും വഴുക്കുന്നുണ്ട്. പൊടിയായിട്ട് ഫുള്ള് പൊടിമണ്ണാണ്. ചവിട്ടുമ്പോൾ വഴുക്കുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എൻട്രി കൊടുത്തു. ഒരു കുഴി എത്തി കേട്ടോ. എന്താ അപ്പുറത്ത് ആ ബോർഡ് കാണുന്ന ഈ വഴിക്കാണ് ഒരു കുഴി. എല്ലാ സ്വാമിമാരെല്ലാവരും വിശ്രമിക്കുന്നുണ്ട്. തോൾസഞ്ചിയും കെട്ടൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു കുഴിയിലേക്ക് കുളിക്കാൻ പോവാ കേട്ടോ. വെള്ളം കുറവാണ്. അങ്ങനെ ഞങ്ങൾ ഒരു കുഴി പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ബാക്കിയുള്ളവർ കുളിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ കെട്ടിന് കാവലിരിക്കുക. അങ്ങനെ സമയം 3:10. എല്ലാവരും കുളി കഴിഞ്ഞ് വന്ന് കെട്ടൊക്കെ എടുത്ത് ഇനി നേരെ പടി കയറാൻ പോവാ. സമയം എല്ലാ ആളുകളുണ്ട് കേട്ടോ. പുൽമേട് വഴി കയറി വരുന്നത്. സ്പോട്ട് ബുക്കിങ് 5000 എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ഒരു കുഴിൻ്റെ അവിടെയാണുള്ളത്. ഇനി നേരെ എന്താ ആ റോഡിന് അങ്ങോട്ട് സന്നിധാനത്തേക്ക്. അങ്ങനെ അവിടുന്ന് സന്നിധാനത്തേക്ക് ഇറങ്ങി പോവാണ്. അവിടുന്ന് വെള്ളവും ബിസ്ക്കറ്റും കിട്ടി. അത് കഴിച്ചു. നേരത്തെ കഞ്ഞി കുടിച്ചതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 3:30 ആവാറായി എൻ്റെ സമയം. സന്നിധാനത്തേക്ക് പോവാണ്. വെയിൽ കൊണ്ടിട്ട് ഇൻ്റർലോക്കൊക്കെ നല്ല ചൂടായി കിടക്കുന്നുണ്ട്. ചവിട്ടുമ്പോൾ നല്ല സുഖം. അങ്ങനെ അതാ സന്നിധാനത്തേക്ക് ഇറങ്ങാറായി. അങ്ങനെ നമ്മൾ സന്നിധാനത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറ്റു നടപ്പന്തൽ ദർശനത്തിന് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം. ഇതിലേ ഇറങ്ങിപ്പോകും. ഇതിലേ ഇറങ്ങി നടപ്പന്തലിലേക്കാണ് തോന്നണം. കുറെ ചുറ്റാനുണ്ട്. ഞാൻ കരുതി വേഗം ഇറങ്ങാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി തൊഴുതിട്ട് കാണാം. അങ്ങനെ തൊഴുതിറങ്ങി. നല്ല തിരക്കാണ്. അങ്ങനെ മുന്നിൽ വീതി വെച്ചിരിക്കുക. ഇന്ന് രാവിലെ പുൽമേടിൽ നിന്ന് തുടങ്ങിയിട്ട്
22,354 സ്റ്റെപ്സാണ് നടന്നത്. അങ്ങനെ നമ്മളെ ടീമിനുള്ള അരവണം വാങ്ങി പോവാണ്. 51 അരവണയും 17 അപ്പവും. നമുക്കുള്ള അരവണ അപ്പം സന്നിധാനത്ത് തിരക്കാണ് കേട്ടോ. അങ്ങനെ ഈ പോണ വഴിക്ക് ഇനി ഇത് അഴിയിലിട്ടിട്ട് പോകണം. ബാക്കിയെല്ലാം റെഡിയായി, സ്വാമിമാരൊക്കെ സെറ്റായിട്ടുണ്ട്. തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ്. ഈ തിരിച്ചിറങ്ങുകയാണ്. അന്നദാന മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാം. ഒക്കെ സ്വാമിമാര് നല്ല കിടന്നുറങ്ങുന്നുണ്ട്. നല്ല റഷാണ്. മാളികപ്പുറത്ത് തിരക്കാണ്. അരവണ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത കൂടെ ഇതിലെങ്ങനെ കിടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കയറി ആഴീൻ്റെ അടുത്ത് എത്താറായി. ഇവിടെയൊക്കെ അരവണയ്ക്കൊക്കെ ഉള്ള ക്യൂ ആണ് ഇതൊക്കെ. നമ്മളെ വെള്ളനിവേദ്യം, ആ വെള്ളനിവേദ്യത്തിനുള്ള അരി ഇവിടെ കയ്യിലുണ്ട്. അതിവിടെ കൊടുക്കണം. ഈ നാളികേരം ആഴിയിലിട്ടിട്ട് തേങ്ങ അടിച്ചിട്ട് ഇനി ഇറങ്ങും. നമ്മളെ നിവേദ്യം കിട്ടിയിട്ടുണ്ട്. വായിൽ തരൂലല്ലോ. എന്തോ നടക്കാൻ പോലും വഴിയില്ല. ഇൻസാമേ അറേ ഇൻസാമേ സന്നിധാനത്തുനിന്ന് വിട പറയാണ്. നടപ്പന്തലിലെ ക്യൂ ഗംഭീര ക്യൂ ആണ്. നടപ്പന്തലിലെ വരിയാണ്. വെടി വഴിപാട് 20 രൂപ. പമ്പയിലേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇനി എന്തെങ്കിലും കാര്യമായിട്ട് വിഷ്വൽസ് എന്തെങ്കിലും വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പമ്പയിലെത്തിയിട്ട് കാണാം. ഒത്തിരി അതിഥികളുണ്ട് കേട്ടോ. ഇവരും കുട്ടികളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇറങ്ങിയിട്ട് 6:45 മരക്കൂട്ടെത്തി.
ഇറങ്ങിയിട്ട് 7:30 ആകുമ്പോഴേക്കും പമ്പയിൽ കൂടെയുള്ള 3 പേരും കൂടി എത്താനുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ഇതുവരെ എത്തിയിട്ടില്ല. പമ്പയിൽ ഒന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. പമ്പയിൽ തിരക്കിനനുസരിച്ചിട്ട് ഓരോ അറേഞ്ച്മെന്റ്സും മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാക്കിലൂടെ, ഈ KSRTCയിലേക്കുള്ള ട്രാക്കിലൂടെ വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വണ്ടികളും ഇങ്ങോട്ട് വിടുന്നില്ല. ചെറിയ വണ്ടികളൊന്നും ഇപ്പോൾ പമ്പയിലേക്ക് വിടുന്നില്ല തോന്നുന്നുണ്ട്. അയ്യോ, എന്തൊരാശ്വാസം. അങ്ങനെ വണ്ടി കയറി ഇനി നേരെ പമ്പാവാലി. അങ്ങനെ പമ്പാവാലി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കഞ്ഞിയും പുഴുക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനാണ്. ഇവിടെ ഒരുപാട് ടോയ്സിൻ്റെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ടോയ്സ് വിൽപ്പന, മറ്റേ ഇതിൻ്റെ ഡ്രംസും മറ്റേ ചെണ്ടയും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള വിൽപ്പനയൊക്കെ ഉണ്ട്. സമയം 10 മണിയായി. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ്. കഞ്ഞി, കപ്പ, ഇതിൽ ചെറുപയർ അല്ല മൺപയറും കൂടി വരാനുണ്ട് കേട്ടോ, അച്ചാറിൻ്റെ കൂടെ. ചെറുതായിട്ടൊന്ന് മയങ്ങി. അങ്ങനെ 12 മണിയായപ്പോൾ ഞങ്ങൾ കടപ്പാട്ടൂരെത്തി. കടപ്പാട്ടൂർ കറക്റ്റ് ഒരു 11:50 അങ്ങനെ കയറി തൊഴുത് പുറത്തിറങ്ങിയപ്പോഴേക്കും നട അടയ്ക്കുകയും ചെയ്തു. ഞാൻ കടപ്പാട്ടൂർ അമ്പലത്തിൽ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ വിടും. സ്വാമിക്ക് ഫ്രൈഡ് റൈസും പിന്നെ ഗോബി മഞ്ചൂരിയനും. ഇവിടെയൊക്കെ ഫ്രൈഡ് റൈസ് എത്തുന്നതാണ്. നല്ല മീൽസ് ആട്ടോ. അവിയലുണ്ട്, ഉപ്പേരിയുണ്ട്, പപ്പടമുണ്ട്, സോയക്കറി ഉണ്ട്, പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ട്, പിന്നെ എന്താണ് പരിപ്പ് കറി ഉണ്ട്, പിന്നെ പായസമുണ്ട്, പിന്നെ മോര് കറി ഉണ്ട്, സാമ്പാർ, മോരാണോ? ഒരു വെജ് ബിരിയാണി വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കിട്ടിയപ്പോഴേക്കും തന്നെ ഒരു ഇതെല്ലാവരും തീർത്തിട്ടുണ്ട്. കടപ്പാട്ടൂരിന്ന് നേരെ വീട് പിടിക്കാന്നൊക്കെ വിചാരിച്ചു. വന്നപ്പോഴേക്കും എല്ലാവർക്കും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ചക്കുളത്തുകാവെത്തി. ചക്കുളത്തുകാവില് ഉത്സവം എന്തോ നടക്കുക തോന്നുന്നുണ്ട്. 4:30 ഇവിടെ നട തുറക്കുള്ളൂ. ഇപ്പോൾ 4 മണി ആയിട്ടുള്ളൂ. അരമണിക്കൂർ വെയിറ്റിംഗ് ആണ്. ചക്കുളത്ത് അമ്പലത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ച, ശബരിമലയ്ക്ക് പോകുന്ന ഒരു ബൈക്കാണ്, ഒരു പൾസർ ബൈക്ക്. അതിൻ്റെ മുന്നിലൊരു അമ്പലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതിൻ്റെ ഉള്ളിൽ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറൊരു പൾസറും കൂടിയുണ്ട്. ഇത് കിട്ടി വന്നാ സമയം 6 മണിയായി. ഞങ്ങളിവിടെ മണ്ണാർശാല ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഞങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അവസാനം ഇവിടെ കൂടി കയറിയിട്ട് പോകാമെന്നായിരുന്നു. അതിന് മുന്നേ ഒരു ഹരിപ്പാട് കയറിയിരുന്നു. ഹരിപ്പാട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല.
അമ്പലപ്പുഴ ക്ഷേത്രം. ഇവിടെ ഒരു ചരിത്ര സ്മാരകമായിട്ട് ഒരു മിഴാവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവാണെന്ന് പറയുന്നതല്ല, മിഴാവാണ്. തുള്ളപ്രസാദത്തിന് തുടക്കം കുറിച്ച ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഒരു ചരിത്ര സ്മാരകമായിട്ട് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ലൊരു സുഖമാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഇരിക്കാനും. അങ്ങനെ എല്ലാവരും തൊഴുതു കഴിഞ്ഞു. ഇനി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിക്കും. ഇവിടെയും കൂടി ഇനി തൊഴുന്നുള്ളൂ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട് പിടിക്കാനാണ് വിചാരിക്കുന്നത്. നല്ല സുഖം ഇവിടെ ഇരിക്കാൻ. അങ്ങനെ എടുക്കണമെങ്കിൽ തീർക്കണം, അല്ലെങ്കിൽ കാര്യമല്ല പെടുന്നു. ഈ പറഞ്ഞ ഈ ഏറ്റവും പൊട്ടിച്ച് വെക്കാൻ എന്താ അമ്പലപ്പുഴ പാൽപ്പായസം. താങ്ക് യു. അമ്പലപ്പുഴ പാൽപ്പായസം 160 മോനെ, 200 കൊടുക്കണം. 200 ബ്ലാക്കാ. സമയം 12:20 AM. 3 പീടിക അല്ല സമയം 3 പീടിക. തൃപ്രയാർ എത്തിയിട്ടില്ല. തൃപ്രയാറിന് മുന്നേ സമയം 1:20 ഭക്ഷണം കഴിച്ചത്. ഇവിടെ വെച്ചിട്ട് പൊറോട്ടയും നാനും റൊട്ടിയും അതുപോലെ ഗോബി മഞ്ചൂരിയനും ഒരു പനീർ ബട്ടറും 800 രൂപ ബില്ലായത്. വണ്ടികളൊന്നുമില്ല, മറ്റ കുറവാണ്. ട്രക്കും പോലും ഇല്ല, ഒന്നുമല്ല. സമയം അങ്ങനെ 5 മണി. 5 മണിക്ക് ഞങ്ങൾ ഇവിടെ തിരിച്ച് അമ്പലത്തിലെത്തി. ഈ വീഡിയോ ഇനി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും പോകാം. അപ്പം ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.